ദുബായ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആകാശമുട്ടെ നിൽക്കുന്ന കെട്ടിടങ്ങളും ആഡംബര ജീവിതവുമാണ്. എന്നാൽ അതിനപ്പുറം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. അതാണ് സ്വർണം. ദേരയിലെ ചരിത്രപ്രസിദ്ധമായ ഗോൾഡ് സൂക്കിലൂടെ നടക്കുമ്പോൾ വായുവിൽ നിറഞ്ഞു നിൽക്കുന്ന പൗരസ്ത്യ സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധത്തിനൊപ്പം കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്ന സ്വർണത്തിന്റെ തിളക്കം കൂടി ചേരുമ്പോൾ അതൊരു വിസ്മയമായി മാറുകയാണ്. നൂറുകണക്കിന് കടകളുടെ ചില്ലലമാരകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആഭരണങ്ങൾ കാണുമ്പോൾ ആരും ഒന്ന് ചിന്തിച്ചു പോകും. സ്വന്തമായി ഒരൊറ്റ സ്വർണ്ണഖനി പോലുമില്ലാത്ത ഈ മരുഭൂമി എങ്ങനെയാണ് ലോകത്തിന്റെ സിറ്റി ഓഫ് ഗോൾഡ് അഥവാ സുവർണ നഗരിയായി മാറിയതെന്ന്. കേവലം ഒരു അലങ്കാരത്തിനപ്പുറം കൃത്യമായ ആസൂത്രണത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും വലിയൊരു ചരിത്രമാണ് ദുബായിയുടെ സ്വർണ്ണ വ്യാപാരത്തിന് പറയാനുള്ളത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദുബായ് വെറുമൊരു ചെറിയ തീരദേശ ഗ്രാമമായിരുന്നു. കടലിൽ പോയി മുത്തുവാരലും മത്സ്യബന്ധനവും മാത്രമായിരുന്നു അക്കാലത്ത് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. സ്വർണം എന്നത് അവരുടെ ചിന്തകളിൽ പോലും അന്നുണ്ടായിരുന്നില്ല. എന്നാൽ പേർഷ്യൻ ഗൾഫിന്റെ തീരത്തുള്ള ദുബായിയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വളരെ നിർണായകമായിരുന്നു. ഭൂപടം പരിശോധിച്ചാൽ കിഴക്ക് ഇന്ത്യയും പടിഞ്ഞാറ് ആഫ്രിക്കയും വടക്ക് പേർഷ്യയിലൂടെ യൂറോപ്പിലേക്കുമുള്ള വ്യാപാര പാതകളുടെ ഒരു പ്രധാന സംഗമ സ്ഥാനമായി ദുബായ് നിലകൊള്ളുന്നത് കാണാം. അതിനാൽ ഇന്ത്യൻ ഇറാനിയൻ വ്യാപാരികൾ തങ്ങളുടെ യാത്രകൾക്കിടയിൽ ദുബായ് ക്രീക്ക് ഒരിടത്താവളമായി ഉപയോഗിക്കാൻ തുടങ്ങി. വ്യാപാരികൾ ഒത്തുകൂടുന്നിടത്ത് വിപണികൾ രൂപപ്പെടുക എന്നത് ചരിത്രത്തിന്റെ ഒരാവർത്തനമാണ്. ഈ സാധ്യത മനസ്സിലാക്കിയ അന്നത്തെ ഭരണാധികാരിയായ അൽ മക്തൂം കുടുംബം വളരെ തന്ത്രപരമായ ഒരു തീരുമാനം എടുത്തു. കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഉണ്ടായിരുന്ന നികുതികൾ അവർ പൂർണ്ണമായും ഒഴിവാക്കി. അതോടെ ദുബായ് ഒരു സ്വതന്ത്ര തുറമുഖമായി മാറി. നികുതിരഹിതമായ വ്യാപാരം എന്നത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള വ്യാപാരികളെ ഇവിടേക്ക് ആകർഷിച്ചു. ക്രമേണ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനോടൊപ്പം ഒരു ചെറിയ സ്വർണ്ണ വിപണിയും ദേരയുടെ തീരങ്ങളിൽ രൂപം കൊണ്ടു. ഇന്നത്തെ പ്രശസ്തമായ ദേര ഗോൾഡ് സൂക്കിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. ദുബായിയുടെ സ്വർണ്ണ വ്യാപാരത്തിന്റെ യഥാർത്ഥ കുതിച്ചുചാട്ടം ആരംഭിക്കുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വർണം എന്നത് കേവലം ഒരു ലോഹമല്ല, അതൊരു വികാരമാണ്. ഏറ്റവും സുരക്ഷിതമായ സമ്പാദ്യമാണ്. ഒപ്പം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളുടെ അടയാളം കൂടിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഏകദേശം 1940-കൾക്ക് ശേഷം ഇന്ത്യൻ സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയുണ്ടായി. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും സംഭവിച്ചത് മറിച്ചാണ്. ഈ നിയന്ത്രണങ്ങൾ ദുബായും ഇന്ത്യയും തമ്മിൽ സ്വർണ്ണവിലയിൽ വലിയൊരു അന്തരം സൃഷ്ടിച്ചു. ചില സമയങ്ങളിൽ ഇന്ത്യയിലെ സ്വർണ്ണവില ദുബായിലേതിനേക്കാൾ ഇരട്ടിയോളം വന്നിരുന്നു. ഈ വില വ്യത്യാസം മുതലെടുത്ത് പല വ്യാപാരികളും ദുബായിൽ നിന്ന് കടൽ മാർഗം ഇന്ത്യയിലേക്ക് സ്വർണം എത്തിക്കാൻ തുടങ്ങി. നിയമവിരുദ്ധമായ സ്വർണ്ണക്കടത്തിന്റെ ഒരു ചരിത്രം ഈ കാലഘട്ടത്തിന് പറയാനുണ്ടാകും. എങ്കിലും ദുബായിയുടെ വിപണിയെ ഇത് കൂടുതൽ സജീവമാക്കി എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് നിയമങ്ങൾ ഉദാരമായപ്പോൾ ഗൾഫിലേക്ക് തൊഴിൽ തേടി കുടിയേറിയ മലയാളി പ്രവാസികൾ ദുബായിയുടെ സ്വർണ്ണ വിപണിയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായി മാറി. ഒരു മലയാളി പ്രവാസി നാട്ടിലേക്ക് അവധിക്ക് പോകുമ്പോൾ ചെറിയൊരു സ്വർണ്ണ നാണയമെങ്കിലും കൊണ്ടുപോവുക എന്നത് അവരുടെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമായിരുന്നു. വിവാഹങ്ങൾക്കും ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്കും ഏറ്റവും മികച്ച ഡിസൈനുകളിലുള്ള തങ്കപ്പൊലിമയുള്ള സ്വർണം വാങ്ങാൻ മലയാളികൾ ആശ്രയിക്കുന്നത് ദുബായിയെയാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് ഉയർന്ന ഗുണനിലവാരവും ഗണ്യമായ കുറഞ്ഞ പണിക്കൂലിയുമാണ് പ്രവാസികളെ ഇന്നും ദുബായിലേക്ക് ആകർഷിക്കുന്നത്. ദുബായിയുടെ സ്വർണ്ണ വിപണിക്ക് കൂടുതൽ കരുത്തേകിയ മറ്റൊരു പ്രധാന സംഭവം 1970-കളിൽ ലബനനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധമാണ്. അതുവരെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യാപാര കേന്ദ്രമായിരുന്നു ലബനൻ. യുദ്ധം രൂക്ഷമായതോടെ അവിടെയുണ്ടായിരുന്ന പ്രഗത്ഭരായ സ്വർണ്ണ വ്യാപാരികളും ബാങ്കർമാരും ഡിസൈനർമാരും സുരക്ഷിതമായ ഒരു താവളം തേടി ദുബായിലെത്തി. ദുബായ് ഭരണകൂടം അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇതോടെ ആധുനിക രീതിയിലുള്ള ആഭരണ നിർമ്മാണവും മികച്ച വ്യാപാര തന്ത്രങ്ങളും ദുബായ്ക്ക് സ്വന്തമായി. ഏകദേശം ഇതേ കാലയളവിൽ ദുബായിൽ എണ്ണ കണ്ടെത്തുകയും അതുവഴി ലഭിച്ച സാമ്പത്തിക നേട്ടം ഉപയോഗിച്ച് വൻകിട തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും നിർമ്മിക്കുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചതോടെ സ്വർണ്ണ വ്യാപാരം 10 മടങ്ങ് വർദ്ധിച്ചു. സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈമാറ്റം ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ വലിയ ഹബ്ബായി ദുബായ് മാറി. ആഫ്രിക്കൻ രാജ്യങ്ങളായ മാലി, ഘാന, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്ന് അസംസ്കൃത സ്വർണം ഇറക്കുമതി ചെയ്യാനും അത് മികച്ച രീതിയിൽ ശുദ്ധീകരിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഗോള വിപണിയിലേക്ക് എത്തിക്കാനും ദുബായ്ക്ക് എളുപ്പത്തിൽ സാധിച്ചു. ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% കടന്നു പോകുന്നത് ദുബായിലൂടെയാണ്. ദുബായിയുടെ സ്വർണ്ണ വ്യാപാരത്തിന്റെ ഹൃദയമിടിപ്പ് ശരിക്കും അറിയണമെങ്കിൽ ദേരയിലെ ഗോൾഡ് സൂക്കിലൂടെ നടക്കണം. 300-ലധികം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളുള്ള ഈ പൈതൃക വിപണിയിൽ 18 ക്യാരറ്റ് മുതൽ 24 ക്യാരറ്റ് വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാണ്.
പഴയകാല അറബ് വാസ്തുവിദ്യയും ആധുനിക സജ്ജീകരണങ്ങളും ഒത്തുചേരുന്ന ഈ വിപണിയിലൂടെ നടക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഡിസൈനുകളാണ് കാണാൻ സാധിക്കുക. സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണിയിലെ നിരക്കിനനുസരിച്ച് ഓരോ ദിവസവും കൃത്യമായി നിശ്ചയിക്കപ്പെടുന്നുണ്ടെങ്കിലും ആഭരണങ്ങളുടെ പണിക്കൂലിയിൽ വിലപേശി വാങ്ങാൻ ഇവിടെ സാധിക്കും. ദുബായ് ഗവൺമെന്റിന്റെ കർശനമായ നിയന്ത്രണങ്ങളും പരിശോധനകളും ഉള്ളതിനാൽ ഇവിടെ നിന്ന് വാങ്ങുന്ന സ്വർണത്തിന്റെ പരിശുദ്ധിയിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. 2002 സ്ഥാപിതമായ ദുബായ് മൾട്ടി കമ്മോഡിറ്റീസ് സെന്റർ പോലെയുള്ള സംവിധാനങ്ങൾ സ്വർണ്ണ വ്യാപാരത്തിന് കൂടുതൽ കരുത്തു പകരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭരണ നിർമ്മാണ ശൈലികൾ ഇവിടെ ലഭ്യമായതുകൊണ്ട് തന്നെ ഏത് രാജ്യക്കാരനും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇവിടെ കഴിയും. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയുള്ള സമയങ്ങളിൽ സ്വർണം വാങ്ങുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും നറുക്കെടുപ്പുകളും നടത്താറുണ്ട്. അടുത്തിടെ ഒരു മലയാളി വിദ്യാർത്ഥിക്ക് 1 കിലോ സ്വർണം സമ്മാനമായി ലഭിച്ചത് വലിയ വാർത്തയായിരുന്നു. സാമ്പത്തിക മേഖലയിലോ രാഷ്ട്രീയത്തിലോ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും നിക്ഷേപകർ ഏറ്റവും സുരക്ഷിതമായ മാർഗമായി കാണുന്നത് സ്വർണത്തെയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉടലെടുക്കുമ്പോൾ സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന വൻ തകർച്ചകൾ മൂലം നിക്ഷേപകർക്ക് നേരിടുന്ന നഷ്ടം നികത്താൻ അവർ കൈവശമുള്ള സ്വർണം വിൽക്കാൻ നിർബന്ധിതരാകാറുണ്ട്. അമേരിക്കൻ ബോണ്ടുകളുടെ പലിശ നിരക്ക് ഉയരുന്നതും സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ സൃഷ്ടിക്കുന്നു. അടുത്തിടെ പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സംഘർഷങ്ങൾ ചരക്ക് നീക്കത്തെ കാര്യമായി ബാധിച്ചിരുന്നു. വിമാനമാർഗമുള്ള സ്വർണ്ണക്കടത്ത് കുറഞ്ഞതോടെ വൻതോതിൽ സ്വർണം സൂക്ഷിച്ചു വെക്കുന്നതിന്റെ ചിലവൊഴിവാക്കാൻ ദുബായിലെ വ്യാപാരികൾ ലണ്ടൻ ബെഞ്ച് മാർക്കിനേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വർണം വിൽക്കാൻ തയ്യാറായി. ഇത് ഉപഭോക്താക്കൾക്ക് ചെറിയ രീതിയിലുള്ള ആശ്വാസവും നൽകി. എങ്കിലും സ്വർണ്ണവിലയിൽ പൊതുവായുണ്ടാകുന്ന വൻ വർധനവ് സാധാരണക്കാരായ മലയാളി പ്രവാസികളുടെ ബഡ്ജറ്റിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നാട്ടിലെ ഉയർന്ന ഇറക്കുമതി തീരുവയും പണിക്കൂലിയും കാരണം ഇപ്പോഴും പ്രവാസികൾ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. 5% മൂല്യവർദ്ധിത നികുതി ഉണ്ടെങ്കിലും വിനോദസഞ്ചാരികൾക്ക് അത് വിമാനത്താവളത്തിൽ നിന്ന് തിരികെ ലഭിക്കുന്ന സംവിധാനം ദുബായിയെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെയും അവസരങ്ങൾ മുതലെടുത്ത വ്യാപാരികളുടെയും കഠിനാധ്വാനികളായ പ്രവാസികളുടെയും സംയുക്തമായ ചരിത്രമാണ് ദുബായിയെ ഇന്നത്തെ സുവർണ നഗരിയാക്കി മാറ്റിയത്. ഒരൊറ്റ സ്വർണ്ണഖനി പോലുമില്ലാതെ ലോകത്തിന്റെ സ്വർണ്ണ വ്യാപാരത്തിന്റെ നട്ടെല്ലായി മാറാൻ ദുബായിക്ക് കഴിഞ്ഞത് കൃത്യമായ നിയമങ്ങളുടെയും സുതാര്യമായ വ്യാപാര നയങ്ങളുടെയും പിൻബലത്തിലാണ്. സ്വർണ്ണ വ്യാപാരത്തെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നതിനായി പുതിയൊരു സുവർണ ജില്ലയും 800 മീറ്റർ നീളമുള്ള സ്വർണ്ണ തെരുവും നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ദുബായ്. ഒരു സാധാരണ മലയാളി പ്രവാസിക്ക് ദുബായിലെ സ്വർണം എന്നത് കേവലം ഒരു അലങ്കാരമല്ല, അത് സ്വന്തം അധ്വാനത്തിന്റെ ഫലവും നാളേക്കുള്ള കരുതലും കൂടിയാണ്. ഒരു വിപണി എന്നതിനപ്പുറം ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ സ്വന്തം കഴിവും വിശ്വാസ്യതയും തെളിയിച്ച ഒരു നഗരത്തിന്റെ അതിജീവനത്തിന്റെയും വളർച്ചയുടെയും പ്രതീകമായി ഈ ഗോൾഡ് സൂക്ക് എക്കാലവും തിളങ്ങി നിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.